നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. 5.10 സർക്കുലർ മോഷൻ ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ്. ഇതാണ്. ഇത് സാധാരണ 5 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, ഒരു എസ്സേ ക്വസ്റ്റ്യനാണിത്. അതിൽ തന്നെ ഈ ഫിഗറിന് 2 മാർക്കാണ്, 2 മാർക്സ്. പിന്നെ ഫൈനലി ഒരു ഇക്വേഷനുണ്ട്, അതിന് 1 മാർക്ക്. അപ്പോൾ ഈ ഫിഗറും കൂടെ വരച്ചാൽ ഓക്കെ, കുറച്ചും കൂടെ നല്ലത്. പക്ഷേ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഫിഗർ മാത്രം തന്നെ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പ്രാധാന്യമുള്ളൊരു ഫിഗറാണ് ഈ ലെസണിനെ സംബന്ധിച്ച് ഇത്. അപ്പോൾ ഇതെന്താ സംഭവിച്ചത്? ഇത് കുറേ കളേഴ്സൊന്നും കണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഇവിടെ ആകെ 2 കളറേ സത്യത്തിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു ഗ്രീൻ കളർ, ഈ എൻ എന്ന് കാണിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ഒരു റെഡ് കളറ്, ഈ FS എന്ന് കാണിച്ചിട്ടുള്ളത്. സത്യത്തിൽ അത് 2 ഉള്ളൂ. പിന്നെ നമുക്കറിയാം, ഡിഫോൾട്ടായിട്ട് MG എന്ന് പറഞ്ഞത് വെർട്ടിക്കലി ഡൗൺ ആണ്. ഏത് പോയിന്റിലാണെങ്കിലും വെയിറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺ ആണല്ലോ. അപ്പോൾ ഇത് 3 ഇവിടുത്തെ ആളുകൾ. അതിലേക്ക് വരാം. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമുക്ക് ബാങ്കിങ് എന്നുള്ളൊരു വാക്കുണ്ട്. എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്, ആംഗിൾ ഓഫ് ബാങ്കിങ്, ഇതെന്താണെന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ഒരു നാഷണൽ ഹൈവേ ആണെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ കാറ് കാണിച്ചിരിക്കുന്നത് ഇങ്ങോട്ടാണ് ഈ കാറ് വരുന്നത്. ഇത്രയും തന്നെ ഒരു ഭാഗം ഇവിടെയും കൂടെ ഉണ്ടാവും. അതുവഴി വണ്ടികൾ തിരിച്ച് അങ്ങോട്ട് പോകും. ഇതാണ് ഒരു നാഷണൽ ഹൈവേയുടെ രീതി. അപ്പോൾ ഇതിൻ്റെ ഒരു 1 സൈഡാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്ന പോർഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതാ ഈ ഗ്രീൻ ഷെയ്ഡിൽ ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് ഈ ഹൈവേയുടെ ഒരു പോർഷനാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതാ ഇങ്ങനെ വരും. അപ്പോൾ നോക്കൂ, ഇതാണ് മറ്റേ പോർഷൻ. അപ്പോൾ ഇവിടെ വണ്ടി ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ഇതാ കാറ് തിരിച്ച് അങ്ങോട്ട് പോകേണ്ട ഡയറക്ഷനാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു സംഗതി, ഇതാ ഇതിൻ്റെ ഈ പോർഷൻ, ഇതാ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഫ്ലോറാണെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് ഒരല്പം നടുഭാഗം പൊക്കി ഇതാ ഇങ്ങനെയാണ് റോഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് റോഡിനെ ഇങ്ങനെ 2 പോർഷനാക്കി. അപ്പോൾ ഈ ഒരു പോർഷനിൽ കൂടെ വണ്ടികൾ അങ്ങോട്ട് പോകാം, തിരിച്ച് ഈ പോർഷനിൽ കൂടെ വണ്ടി ഇങ്ങോട്ട് വരാം. അപ്പോൾ ഈ സംവിധാനത്തെയാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്ന ഈ ഒരു സംവിധാനത്തിനാണ് പറയുന്നത് ബാങ്കിങ്. അപ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? The banking of roads, outer edge of the road is raised a little more than inner edge. അപ്പോൾ ഇതാണ് ഏറ്റവും നമ്മുടെ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. ഇത് ടാർ ചെയ്ത് ഈ രൂപത്തിൽ ഇങ്ങനെ സ്ലൈറ്റായിട്ട് പൊക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടിക്ക് പറയുന്ന പേരാണ് ബാങ്കിങ്. എന്താണ്? ബാങ്കിങ്. ഇനി ഇവിടെ നമ്മൾ എത്രത്തോളം പൊക്കി വെച്ചു, ഉയർത്തി വെച്ചു എന്ന് പറയുന്ന ഈ ആംഗിളിന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ബാങ്കിങ്, തീറ്റ. മനസ്സിലായോ? ബാങ്കിങ് എന്താണെന്നും ആംഗിൾ ഓഫ് ബാങ്കിങ് എന്താണെന്നും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ചിത്രം തന്നെയാണ് ഇങ്ങോട്ടൊക്കെ. ഈ ചിത്രത്തിൻ്റെ ഒരു ഷോർട്ടൻ രൂപമാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് വരാം. ഇതൊരു സർക്കുലർ ട്രാക്കാണ്. ആ സർക്കുലർ ട്രാക്കിൽ കൂടെ ഒരു വണ്ടി ഇതാ വരുന്നു. ഈ വണ്ടി നമുക്കറിയാം, ഒരു സർക്കുലർ ട്രാക്കിൽ കൂടെ ഒരു വസ്തു വരികയാണെങ്കിൽ ആ വസ്തുവിന് അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതിൻ്റെ വാല്യൂ ആണ് mv²/r. ഇനി ഈ ഒരു വസ്തു സെൻറ്ററിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം, തുല്യവും വിപരീതവുമായിട്ട് എതിർദിശയിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും, ആക്ഷനും റിയാക്ഷനും. അപ്പോൾ ഇത് സെൻട്രിപെറ്റൽ എന്നുള്ള വാക്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ടുവേർഡ്സ് എ സെൻട്രൽ, ഇതിന് പറയുന്ന പേര് സെൻട്രിഫ്യൂഗൽ എന്നാണ്, എവേ ഫ്രം ദ സെൻറ്റർ. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയി. അപ്പോൾ 2 ആണെങ്കിലും ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ, മാഗ്നിറ്റ്യൂഡ് അത് തന്നെയാണ്. സെൻട്രിപെറ്റൽ ആയാലും ശരി, സെൻട്രിഫ്യൂഗൽ ആയാലും ശരി. ഇനി ഈ ഒരു വണ്ടി ഇങ്ങനെ ഒരു ചരിഞ്ഞ പ്രതലത്തിൽ കൂടെ ഇറങ്ങി വരുമ്പോൾ ഈ വണ്ടി ഇങ്ങോട്ടേക്ക് മാറി വീണ് അപകടം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇത് ഓൾറെഡി ചരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് സ്കിഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് ചാടുകയും ഇവിടെ നിന്നുള്ളൊരു അപകടം ഒഴിവാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ അപകടങ്ങൾ ഒഴിവാക്കാനും സേഫ്റ്റി കൂട്ടാനും ഒക്കെ കൂടെയാണ് നമ്മൾ ഈ ബാങ്കിങ് എന്നുള്ള പണി ചെയ്യുന്നത്. ഓക്കെ, ഇനി
ഈ ഫിഗറിലേക്ക് വരാം. ഇതൊരു കാറാണ്, ഒരു ബാങ്ക്ഡ് റോഡിൽ നിൽക്കുകയാണ്. അതിൻ്റെ വെയിറ്റ് നേരെ താഴോട്ട് mg. അതുപോലെ തന്നെ ആ പ്രതലം, ഇതാണ് നമ്മുടെ ചരിഞ്ഞ പ്രതലം. ആ പ്രതലത്തിന് നോർമലാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇതാണ് ആ പ്രതലത്തിൻ്റെ നോർമൽ. ഇപ്പോൾ ഇങ്ങനെയാണ് സർഫസ് എങ്കിൽ നമുക്കറിയാം അതിൻ്റെ നോർമൽ നേരെ ഇങ്ങനെ 90 ആണ്, ശരിയല്ലേ? പക്ഷേ ഇത് പ്രതലം ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോർമൽ എന്ന് പറഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് വേണം വരയ്ക്കാൻ. അപ്പം നോർമലും mg, ഇതാണ് നമ്മുടെ കാറ്. അതിൽ നിന്ന് നേരെ താഴോട്ട് mg, അതിന് പെർപെൻഡിക്കുലറായിട്ട് ആ പ്ലെയിൻ ശ്രദ്ധിക്കണം, ഇതാണ് നമ്മുടെ പ്ലെയിൻ. അതിന് പെർപെൻഡിക്കുലറായിട്ട് നോർമലും വരച്ചിട്ടുണ്ട്. ബോധ്യമായല്ലോ? പിന്നെ ഞാൻ പറഞ്ഞു ഇതിന് ഉള്ളിലേക്ക് ഈ വസ്തു സെൻറ്ററിലേക്ക് കാണിക്കുന്ന ഫോഴ്സ് സെൻട്രിപ്പെറ്റലും നേരെ എതിർ ദിശയിൽ സെൻട്രിഫ്യൂഗലും, രണ്ടാണെങ്കിലും അതിൻ്റെ മൂല്യം mv²/r. ഇനി മറ്റൊരു ഫോഴ്സും കൂടിയുണ്ട്, നമ്മുടെ ഫ്രിക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ തുടങ്ങിയവ. അപ്പോൾ ഈ ഫ്രിക്ഷൻ എപ്പോഴും ഈ സർഫസിൽ കൂടെയാണ്, പ്രതലത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, ടുവേർഡ്സ് ദ സെൻറ്റർ. ഈ കേന്ദ്രം, ഇതൊരു സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് അതും ആക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇനി ഈ ചിത്രത്തിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എങ്ങനെ മാറ്റി? ഇവിടെ നോക്കൂ, നമ്മുടെ mg അതുപോലെ തന്നെ ഉണ്ട് അവിടെ, എന്നും അതുപോലെ തന്നെ അവിടെ ഉണ്ട്. ഫ്രിക്ഷൻ എലോങ് ദ സർഫസ് അതും അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെന്താ അധികത്തിൽ വന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അപ്പം നമുക്കറിയാം ഒരു വെക്ടർ ഇതിനെ രണ്ടായിട്ട് നമുക്ക് മുറിക്കണം. ഇതിനെ നമുക്ക് രണ്ടായിട്ട് മുറിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ, ഇത് സപ്പോസ് യു ആണെങ്കിൽ ഇതിന് നമ്മൾ യു കോസ് തീറ്റ എന്ന് എഴുതും, യു സൈൻ തീറ്റ എന്ന് എഴുതും. നമ്മൾ പ്രൊജക്ടൈൽ മോഷനൊക്കെ പഠിച്ച ആളുകളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തെഴുതുന്നത്. ഒരു വെക്ടറിനെ രണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് റെസല്യൂഷൻ അഥവാ സ്പ്ലിറ്റിംഗ് എന്നുള്ള വാക്ക്. റെസല്യൂഷൻ ഓഫ് എ വെക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. എന്താണ് റെസല്യൂഷൻ എന്നുള്ള വാക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ വെക്ടറിനെയും നമ്മളിവിടെ രണ്ടായിട്ട് മുറിക്കുകയാണ്. ആദ്യം n എന്നുള്ള വെക്ടറിനെ മുറിക്കുകയാണ്. n എന്നുള്ള വെക്ടർ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രതലം, ഇതാണ് ഇപ്പോഴത്തെ പ്രതലം. ആദ്യത്തെ നോർമൽ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഇപ്പോഴത്തെ നോർമൽ ഒരല്പം നിറം മാറ്റി വരയ്ക്കാം. ഇപ്പോഴത്തെ നോർമൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ 90, ഇത് ഇപ്പോഴത്തെ 90. അപ്പോൾ നോക്കൂ, ഈ നോർമൽ, ഈ പ്ലെയിൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചരിഞ്ഞപ്പോൾ ഇവിടെ നിന്ന നോർമൽ ഇങ്ങോട്ടേക്ക് ചരിഞ്ഞു എന്ന് വെച്ചാൽ ഈ ആംഗിൾ തീറ്റയാണ്, അതുപോലെ തന്നെ ഈ ആംഗിളും തീറ്റയാണ്. മനസ്സിലായോ? പ്ലെയിൻ ചരിഞ്ഞതിനനുസരിച്ച് പെർപെൻഡിക്കുലറും ചരിഞ്ഞു. ഇത് പ്ലെയിൻ, ഇത് പെർപെൻഡിക്കുലർ. ഈ പ്ലെയിൻ ചരിയുന്നു, പെർപെൻഡിക്കുലറും ചരിയുന്നു. കിട്ടിയോ? അപ്പോൾ ഇതും ഒരേ ആംഗിളാണ്. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഈ ആംഗിളും തീറ്റയാണ്, ഈ ആംഗിളും തീറ്റയാണ്. വ്യക്തം മനസ്സിലായോ? ഇത് തീറ്റ, ഇത് തീറ്റ. ഓക്കെ, ഇനി ഇത് തീറ്റതാ. ഇപ്പം ഇങ്ങനെ ഒരു വെക്ടർ n, ഈ ആംഗിൾ തീറ്റയാണെന്ന് നമുക്കറിയാമെങ്കിൽ ഇതിനെന്തെഴുതാം? n കോസ് തീറ്റ, അതിൻ്റെ പെർപെൻഡിക്കുലറിന് n സൈൻ തീറ്റ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന 3 പച്ച കളറുകൾ, n കോസ് തീറ്റ, n സൈൻ തീറ്റ. കിട്ടിയോ? അതേ വിധത്തിൽ നമുക്ക് ഇവിടെ തീറ്റ, ഇവിടെ വേറൊരു തീറ്റ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഇത് നമ്മുടെ പ്ലെയിൻ, ഇത് നമ്മുടെ തീറ്റ, ഇത് നമ്മുടെ പോയിന്റ്. ഈ പോയിന്റിൽ വെർട്ടിക്കലി താഴോട്ട് mg. നമുക്കറിയാം ഇതിൻ്റെ അതേ പ്ലെയിനിൽ ഇങ്ങോട്ടാണ് fs. അപ്പോൾ ഈ fs ഇങ്ങോട്ടാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇതിനെ 2 കഷ്ണമായിട്ട് മുറിക്കാൻ പോവുകയാണ്. fsനെ ഞാൻ 2 കഷ്ണമായിട്ട് മുറിക്കാൻ പോവുകയാണ്. ഒരു കഷ്ണം ഇങ്ങോട്ടും ഒന്ന് നേരെ താഴോട്ടും മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കൂ, ഇത് fs ആണ്, ഇതിൻ്റെ ഒരു കഷ്ണം ഇങ്ങോട്ടും ഒരു കഷ്ണം ഇങ്ങോട്ടും. പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇങ്ങനെ z പോലെ വന്നാൽ ഇതും തീറ്റ, ഇതും തീറ്റ പഠിച്ചിട്ടുണ്ടല്ലോ.
ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ. അങ്ങനെയെങ്കിൽ ഇത് തീറ്റയല്ലേ, അപ്പോൾ ഈ ആംഗിളും എന്ത് തന്നെ വരും? തീറ്റ വരുമല്ലോ. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇത് എഫ് എസും ഇത് തീറ്റയാണെങ്കിൽ ഈ സൈഡിന് എന്ത് പേര് വിളിക്കാം? എഫ് എസ് കോസ് തീറ്റ. നേരെ താഴെയുള്ളതിന് എന്ത് വിളിക്കാം? എഫ് എസ് സൈൻ തീറ്റ. അതല്ലേ നമുക്ക് കിട്ടിയത്? നോക്കിയേ, എഫ് എസിനെ 2 കഷ്ണമായിട്ട് മുറിച്ചു. എങ്ങനെയാണ് 2 കഷ്ണമായിട്ട് മുറിച്ചത്? ഇത് എഫ് എസ്, ഇത് എഫ് എസിൻ്റെ ഒരു ഡയറക്ഷൻ, ഇത് എഫ് എസിൻ്റെ മറു ഡയറക്ഷൻ. പക്ഷേ ഇതിൽ ഏത് കോസസ് ഏത് സൈൻ എന്ന് അറിയണമെങ്കിൽ തീറ്റ അറിയണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് തീറ്റ, ഇവിടെ ഇങ്ങനെയുള്ളത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്. അതുകൊണ്ട് ഈ ആംഗിൾ തീറ്റ, അതുകൊണ്ട് ഈ ആംഗിളും തീറ്റ. അപ്പോൾ ഇതിന് നമ്മൾ എഫ് എസ് കോസ് തീറ്റ, ഈ വെർട്ടിക്കലായിട്ടുള്ളതിന് എഫ് എസ് സൈൻ തീറ്റ. 2 വട്ടം പറഞ്ഞത് അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. അപ്പം നമുക്ക് ചുമപ്പ് സ്പ്ലിറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായി. പച്ച സ്പ്ലിറ്റ് ചെയ്ത്, ചുമപ്പെന്ന് പറയുന്ന എഫ് എസ്, പച്ച എന്ന് പറയുന്ന എൻ, അത് 2 സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ ചിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരിക. ഈ ചിത്രമാണ് എല്ലാം പറയുന്നത്. ഈ പോയിന്റ് എടുക്കുക, ഇങ്ങനൊരു പോയിന്റ്. ഈ പോയിന്റിൽ മുകളിലോട്ടുള്ളത് എൻ കോസ് തീറ്റ, താഴോട്ട് 2 പേരുണ്ട്, എം ജിയും എഫ് എസ് സൈൻ തീറ്റയും. അപ്പോൾ എങ്ങനെ എഴുതാം? ഇത് ബലാബല ആവണമെങ്കിൽ എൻ കോസ് തീറ്റ ആർക്ക് തുല്യമാവണം? ഇവരുടെ 2 പേരുടെ സമ്മിന് തുല്യമാവണം. അതാണ് എഴുതിയിരിക്കുന്നത്, എൻ കോസ് തീറ്റ സമം എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ. അങ്ങനെയെങ്കിൽ മറ്റേ ആളുകൾ ആരൊക്കെയാണെന്ന് ഓർത്ത് നോക്കിയേ. ഇതേ പോയിന്റിൽ ഇങ്ങോട്ട് 2 പേരുണ്ട്, എൻ സൈൻ തീറ്റയും ഉണ്ട്, അതുപോലെ തന്നെ എഫ് എസ് കോസ് തീറ്റയും ഉണ്ട്. നോക്കിയേ, ഇവിടോട്ട് 2 പേരില്ലേ, എൻ സൈൻ തീറ്റ, എഫ് എസ് കോസ് തീറ്റ. ഇവർക്കെതിരെയുള്ള ആള് ആരാണ്? എം വി സ്ക്വയർ ബൈ ആർ. കണ്ടോ, ഈ ഡയറക്ഷനിലുള്ള ആളാരാ? എം വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ നമുക്ക് അത് 2 കൂടെ കൂട്ടിയാൽ എം വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എം ജി നമ്മൾ എഴുതി, കണ്ടോ, എൻ കോസ് തീറ്റ ഈക്വൽ ടു എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ. എം ജി ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവന്നു, എൻ കോസ് തീറ്റ മറ്റേ സ്ഥലത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എം ജി സമം എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ. പക്ഷേ എഫ് എസിന് നമ്മൾ മ്യൂ എസ് എൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ നമ്മൾ പഠിച്ചു. അങ്ങനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഏതൊക്കെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിൽ വരിക? എൻ സൈൻ തീറ്റയും എഫ് എസ് കോസ് തീറ്റയും. നോക്കുക, എൻ സൈൻ തീറ്റ, എഫ് എസ് കോസ് തീറ്റ, ഇത് 2ഉം കൂടെ ചേർന്നാൽ സെൻട്രിപെറ്റൽ ഫോഴ്സായി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ആണ് കേട്ടോ, മറക്കണ്ട. സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് തന്നെ, ഡയറക്ഷൻ മാത്രമേ മാറ്റുള്ളൂ. സെൻട്രിപെറ്റൽ ഫോഴ്സിന് നമ്മൾ എം വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതുന്നു, എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ. ഇനി ഇക്വേഷൻ നമ്പർ 2, നേരത്തെ നമുക്കിതുപോലെ എം ജിക്ക് ഒരു ഇക്വേഷൻ കിട്ടി, അത് ഇക്വേഷൻ നമ്പർ 1. എം ജിയുടെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതാം. എം ജി സമം എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ. ഇതായിരുന്നു നമ്മുടെ എം ജിയുടെ ഇക്വേഷൻ. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. അപ്പോൾ ഇക്വേഷൻ 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് ഇക്വേഷൻ 2 ആണ്, ഇതിനെ 1 ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എൽ എച്ച് എസിൽ എന്ത് വരും? എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡഡ് ബൈ എം ജി എന്ന് കിട്ടും. ആർ എച്ച് എസിൽ എന്ത് വരും? ഈ ടേം എൻ സൈൻ തീറ്റ, എഫ് എസിന് പകരമാണ് മ്യൂ എസ് എൻ എന്ന് എഴുതുന്നത്, മ്യൂ എസ് എൻ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഈ 2 ടേമും. ഏതാണ്? എൻ കോസ് തീറ്റ മൈനസ് എഫ് എസിന് എന്താ പേര്? എഫ് എസിന് പകരം മ്യൂ എസ് എൻ എന്ന് എഴുതാം, മ്യൂ എസ് എൻ സൈൻ തീറ്റ. ഈ മൈനസ്, ഇവിടെയുള്ള മൈനസ് ഇത് അവിടെയുണ്ട്. ഓക്കെ, ഇത്രയത്തിന് ശേഷം ഇപ്പം നമ്മൾ ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 1 ചെയ്തു. ഇനി അവിടെ കട്ട് ചെയ്തു പോകാനുള്ള ആളുകളൊക്കെ കട്ട് ചെയ്ത് പൊക്കോട്ടെ. ആരാണ് കട്ട് ചെയ്ത് പോകാനുള്ളത്? ഒരു എമ്മും കട്ട് ചെയ്തു പോകും. അപ്പോൾ എൽ എച്ച് എസിൽ വി സ്ക്വയർ ബൈ ആർ ജി എന്ന് വരും. എൽ എച്ച് എസിൽ വി സ്ക്വയർ ബൈ ആർ ജി എന്ന് വരും.
ഓക്കെ. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ ജി നമുക്ക് എന്ത് കിട്ടും? എല്ലായിടത്തും n കോമൺ ആണ്, എല്ലാ സ്ഥലത്തും n കോമൺ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, n ഇൻറ്റു ബ്രാക്കറ്റിൽ സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ. ഇവിടെ ആണെങ്കിൽ അടിയിലോ n ഇൻറ്റു കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ എന്ന് വരും. അതാണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്നും എന്നും വീണ്ടും ക്യാൻസലായി. എന്നും എന്നും ക്യാൻസലായപ്പോൾ ബാക്കി നമുക്ക് എത്രയേ ഉള്ളൂ? ഇവിടെ എമ്മും എമ്മും ക്യാൻസലായി, ഇവിടെ എന്നും എന്നും ക്യാൻസലായി. ബാക്കി എത്രയേ ഉള്ളൂ? വി സ്ക്വയർ ബൈ ആർ ജി ഈക്വൽ ടു സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ. കാരണം എല്ലാ സ്ഥലത്തും അങ്ങ് കളഞ്ഞാൽ മതി. എല്ലായിടത്തത് ഞാൻ പറഞ്ഞില്ല, ബ്രാക്കറ്റിനെ പുറത്തെടുത്തപ്പോൾ പോയതാണ്. അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു, എന്നൊക്കെ പോയി, ബാക്കി എഴുതി. ഇനി നമ്മൾ ഈ ആർ എച്ച് എസ് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ കോസ് തീറ്റ ഇൻ ആർ എച്ച് എസ് ആണ്. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതിൽ മുകളിലും താഴെ ഞാൻ ഓരോന്നിൻ്റെ അടിയിൽ കോസ് തീറ്റ കോസ് തീറ്റ കോസ് തീറ്റ കോസ് തീറ്റ എന്ന് ഓരോന്നിൻ്റെ അടിയിൽ എഴുതുകയാണ്. എഴുതിയതാണ് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ കാണുന്നത്. എഴുതി കഴിഞ്ഞ സ്റ്റെപ്പാണ് അടുത്തത്. ഇതാ എല്ലാവരെയും കോസ് തീറ്റ കൊണ്ട് ഹരിച്ചു ഓരോ ടേമിനെയും. അപ്പോൾ സൈൻ ബൈ കോസ് ടാൻ ആണ്, കോസും കോസും വെട്ടിപ്പോയി, ഇവിടെയും കോസും കോസും വെട്ടിപ്പോയി, സൈൻ ബൈ കോസ് ടാൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ സൈൻ ബൈ കോസ് ടാൻ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഇനി അപ്പോൾ നമുക്ക് വി സ്ക്വയർ ബൈ ആർ ജിക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ഇനി നോക്കാം, ഈ വി സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ആർ ജി അങ്ങോട്ട് തട്ടി. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ബ്രാക്കറ്റിൽ ആർ ജി ഇവിടെ വന്നു. പക്ഷേ നമുക്ക് വി സ്ക്വയർ അല്ല, വി ആണ് വേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്തു? സ്ക്വയർ റൂട്ട് എടുത്തു. റൂട്ട് അണ്ടർ ആർ ജി, ബാക്കി അങ്ങനെ തന്നെ എഴുതി. ഇനി വിത്തൗട്ട് സ്കിഡിങ്, ശ്രദ്ധിക്കണം, സ്കിഡിങ് ഇല്ലാണ്ട് ഇരിക്കാൻ ഉള്ള മാക്സിമം സ്പീഡാണിത്. ഇതാണ് വിത്തൗട്ട് സ്പീഡ്, മാക്സിമം പോസിബിൾ സ്പീഡ് വിത്തൗട്ട് സ്കിഡിങ്. ഇനി ഇതിൽ 3 ടേംസ് ഉണ്ട്, അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ആ 3 ടേംസ്? എന്തൊക്കെയാണ് ആ 3 ടേംസ് എന്ന് നോക്കിക്കേ. ഒരു തീറ്റയുണ്ട്, ഒരു മ്യൂ എസ് ഉണ്ട്, ഒരു ആർ ഉണ്ട്. ആർ കാണിക്കുന്നത് സർക്കുലർ, തീറ്റ കാണിക്കുന്നത് ബാങ്കിങ്, മ്യൂ എസ് കാണിക്കുന്നത് ഫ്രിക്ഷൻ. അപ്പോൾ ഈ റോഡിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സർക്കുലർ ബാങ്ക്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ, അതാണ് ഇക്വേഷൻ. എന്താണ്? സർക്കുലർ ആണ്, ബാങ്ക്ഡ് ആണ്, ഫ്രിക്ഷൻ ഉണ്ട്. ഇത് 3ഉം കൂടെ ഉണ്ടെങ്കിൽ സ്കിഡ് ചെയ്യാതിരിക്കാൻ വളരെ നല്ലതാണ്. അതിനുള്ള മാക്സിമം സ്പീഡ് ലിമിറ്റാണിത്. ഇതിൽ കൂടുതൽ വേഗതയിൽ പോയാൽ വണ്ടി സ്കിഡ് ചെയ്യും. ഈ വാല്യൂസ് എല്ലാം കോൺസ്റ്റൻസ് ആണ്. 6 റേഡിയസ് ഓഫ് ദ കർവ്, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, തീറ്റ ആംഗിൾ ഓഫ് ബാങ്കിങ്, മ്യൂ എസ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, എല്ലാ വാല്യൂസും കോൺസ്റ്റൻ്റ് ആണ്, വേരിയബിളേ അല്ല. അപ്പോൾ നമ്മളോട് പറയാറുണ്ട്, ഒരു കേവ് എടുക്കുമ്പോൾ സ്പീഡ് ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, വല്ലാണ്ട് വേഗതയിൽ പറത്തി അങ്ങോട്ട് വിടരുത് പറയാറില്ലേ? അതിൻ്റെ കാരണം ഇതാണ്. ഇനി നമുക്ക് ഫ്രിക്ഷൻ ഒഴിവാക്കുകയാണെന്ന് വിചാരിക്കാം. ഫ്രിക്ഷൻ ഒഴിവാക്കുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, മ്യൂ എസ് അങ്ങ് 0 ആക്കിയാൽ മതി. ഈ ടേം ആണ് ഫ്രിക്ഷൻ്റെ ടേം. അപ്പം മ്യൂ എസ് ഇല്ലെങ്കിൽ ഇതും പോയി ഇതും പോയി. അപ്പോൾ എന്തേ ഉള്ളൂ? ആർ ജി ടാൻ തീറ്റ. ഇത് ഒരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, ആർ ജി ടാൻ തീറ്റ. അപ്പോൾ ദസ് മാക്സിമം സ്പീഡ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ദ ആംഗിൾ ഓഫ് ബാങ്കിങ് വിത്തൗട്ട് കൺസിഡറിങ് ഫ്രിക്ഷൻ വിച്ച് വിൽ കോസ് വെയർ ആൻഡ് ടയർ. വെയർ ആൻഡ് ടയർ എന്ന് പറഞ്ഞാൽ കേടുപാടുകൾ ഓഫ് ദ ടയേഴ്സ്. ടയറിൻ്റെ സ്പെല്ലിംഗ് ഒരല്പം തെറ്റിയിട്ടുണ്ട്. TYRES എന്നാണ്, ഇവിടെ TI എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് ശ്രദ്ധിച്ചാൽ മതി. ടയറിന് ഫ്രിക്ഷൻ മുഖാന്തരം ഉള്ള ഘർഷണം കുറയ്ക്കാനായിട്ട് ഒപ്റ്റിമം സ്പീഡ് ഇതാണ്. ഇതാണ് മാക്സിമം പോസിബിൾ സ്പീഡ്. പക്ഷേ ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ ഇതാണ് വാല്യൂ. അപ്പോൾ ഈ 2 ഇക്വേഷൻസും റൂട്ട് അണ്ടർ ആർ ജി ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റയും പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. ഇതിൻ്റെ പേര് മാക്സിമം പോസിബിൾ സ്പീഡ്, ഇതിൻ്റെ പേര് ഒപ്റ്റിമം സ്പീഡ്. അപ്പോൾ ഒപ്റ്റിമം സ്പീഡും മാക്സിമം പോസിബിൾ സ്പീഡും ആ 2 വാക്കുകളും ശ്രദ്ധിക്കണം. ടോപ്പിക് എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.
എല്ലാവരും ഈ ഫോർമുല ഓർത്ത് വെക്കണം, ഫിഗർ ഓർത്ത് വെക്കണം. ഫോർമുല പ്ലസ് ഫിഗർ 3 മാർക്സ്, ഡെറിവേഷൻ 2 മാർക്സ്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമ്മുടെ 5 മാർക്സ് കിട്ടുന്നത്. അപ്പോൾ ഇത് തെറ്റുകൂടാതെ എഴുതി, ചിത്രങ്ങൾ വരച്ച് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, താങ്ക് യു.